നമസ്കാരം. ഏതാനും ദിവസങ്ങളായി അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ നടത്തുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ഇറാൻ മുന്നേറുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മറുനാടന് പോലും അതുതന്നെയാണ് ചെയ്യുന്നത്. ഇറാൻ പ്രേമികൾ ആവേശഭരിതരാണ്. അമേരിക്ക വാലും ചുരുട്ടി ഓടാൻ പോകുന്നു എന്ന തരത്തിൽ അവർ ആവേശം കൊള്ളുന്നു. വാസ്തവത്തിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പറഞ്ഞ വാക്ക് ട്രംപിന് തിരുത്തേണ്ടി വരുന്നത്. തുടർച്ചയായി ട്രംപ് തിരുത്തിക്കൊണ്ടിരിക്കുന്നു. 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കും, അതിന് നിയന്ത്രണം തങ്ങൾ നടത്തും, മാത്രമല്ല ഇറാൻ്റെ പവർ പ്ലാന്റുകളെല്ലാം തച്ചുടയ്ക്കും എന്നൊക്കെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണിക്ക് ഇറാൻ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എന്ന് മാത്രമല്ല, തുടർച്ചയായി ഇസ്രായേലിന് നേരെയും മറ്റ് അയൽ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു. 48 മണിക്കൂർ ഡെഡ് ലൈൻ പിന്നിട്ടു. അമേരിക്ക ഒന്നും ചെയ്തില്ല. മാത്രമല്ല 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നു. ട്രംപ് പറഞ്ഞത് ഇറാൻ ചർച്ചയ്ക്ക് വരുന്നു, അതുകൊണ്ട് ഞങ്ങൾ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നാണ്. ആ വെടിനിർത്തലും ഇറാൻ തള്ളിക്കളഞ്ഞു. ഈ ദിവസങ്ങളിലും സൗദി അറേബ്യ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്ക് നേരെ ഖത്തർ ഒഴികെയുള്ള അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി. ഇസ്രായേലിൽ പല ബാലിസ്റ്റിക് മിസൈലുകളും വീണു. അതായത് എല്ലാ വിധത്തിലുള്ള അമേരിക്കയുടെ ഭീഷണികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇറാൻ പ്രേമികൾക്ക് ആവേശമുണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇന്ന് നമ്മൾ പത്രവാർത്തകൾ നോക്കുമ്പോൾ, ചാനൽ വാർത്തകൾ നോക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ തുടർച്ചയാണ്. അമേരിക്ക പിന്നോട്ട് വലിയുന്നു എന്ന കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, ട്രംപ് പറയുന്നു ഞങ്ങൾ 1 മാസം വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. 5 ദിവസം എന്നാണ് നേരത്തെ പറഞ്ഞത്. 1 മാസം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. 1 മാസം ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അതിന് ഇറാൻ വഴങ്ങിയിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തുകയാണ്. ആരാണ് ചർച്ച നടത്തുന്നത് എന്നൊന്നും പറയുന്നില്ല. ചർച്ച നടത്തുകയാണ്. 15 പദ്ധതി സമർപ്പിച്ചിരിക്കുന്നു. ഈ 15 പദ്ധതിയോട് ഇറാൻ പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുകയാണ് എന്നാണ് ട്രംപ് ഇന്ന് വെളുപ്പിന് പ്രഖ്യാപിച്ചത്. അമേരിക്കൻ സമയം ഇന്നലെ രാത്രിയാണ്, നമ്മുടെ ഇന്ത്യൻ സമയം ഇന്ന് വെളുപ്പിനാണ്. ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 15 സമാധാന കരാറിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു, ഇറാനും ഞങ്ങളും തമ്മിൽ ചർച്ച നടത്തുന്നു, 1 മാസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് യുദ്ധം അവസാനിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് തന്നെ ബാരലിന് $5 കുറവുണ്ടായി എണ്ണയുടെ. അതായത് ട്രംപ് വലിയ ആത്മവിശ്വാസം പകർന്നു കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇറാൻ അത് നിഷേധിക്കുന്നു. ഇങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഞങ്ങൾ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുക മാത്രമല്ല, ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോഴും ബഹ്റൈൻ അടക്കം, സൗദി അറേബ്യ അടക്കം, UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിൽ വലിയ തോതിൽ ബോംബ് വീഴുന്നു. ഇസ്രായേൽ വലിയ തോതിൽ ടെഹ്റാനിൽ ബോംബ് വർഷിക്കുന്നു. ഇത് തുടരുകയാണ്. അപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? സ്വാഭാവികമായ ചോദ്യം. ട്രംപ് 15 കരാർ പ്രഖ്യാപിച്ചു. ഈ 15 കരാറിൽ അവർ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, വെടിനിർത്തൽ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി ഇറാൻ എല്ലാവിധ ആണവ പരീക്ഷണങ്ങളും അവസാനിപ്പിക്കണം, അവരുടെ എല്ലാ ആണവായുധ ശേഖരങ്ങളും ഇല്ലാതാക്കണം, ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണം, ഇറാൻ്റെ ദീർഘദൂര മിസൈൽ ശേഖരങ്ങൾ നശിപ്പിക്കണം. ഇത് 3 സമ്മതിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. പകരം ഇറാൻ്റെ സിവിൽ ന്യൂക്ലിയർ പദ്ധതിയെ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും പിന്തുണയ്ക്കും. മാത്രമല്ല ഇറാൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും, ഇറാനെ സംരക്ഷിക്കും, എല്ലാ ഉപരോധങ്ങളും നീക്കും. ഇത്തരത്തിൽ 15 കാര്യങ്ങളാണ് ഇവർ തമ്മിൽ ധാരണയിലെത്തിയതായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആരോടാണ് ചർച്ച ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് ഇത് കൈമാറിയതെന്നോ ഒന്നും വ്യക്തമല്ല. ട്രംപ് പറയുന്നത് എല്ലാം മുമ്പോട്ട് പോകുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വൈസ് പ്രസിഡന്റ് JD വാൻസും ഇതിന് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗം പാകിസ്ഥാനാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെ ഇതിന് മധ്യസ്ഥനാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഈ വിവരങ്ങൾ ഇറാനെ അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനകം പോസിറ്റീവായി ഉണ്ടാവും. ഞങ്ങൾക്ക് വലിയൊരു സമ്മാനം ഇറാൻ നൽകിയിട്ടുണ്ട്. സമ്മാനം ഞങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ മൂല്യം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സന്തോഷത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇതൊക്കെ ഇറാൻ നിഷേധിക്കണം. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ ബോധപൂർവം ഓയിൽ മാർക്കറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, മാത്രമല്ല ചില യുദ്ധതന്ത്രങ്ങൾക്ക് വേണ്ടി നടത്തുന്ന നീക്കമാണ് എന്ന് പറഞ്ഞ് ഇറാൻ തള്ളിക്കളയുന്നു. മാത്രമല്ല ഇറാൻ മുമ്പോട്ട് പോകുന്നു. ഇറാൻ്റെ ആക്രമണം ഇറാൻ തുടരുന്നു. ഇറാൻ്റെ പുതിയ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പുതിയ സുപ്രീം ലീഡറെ തെരഞ്ഞെടുത്തു. അലി ലാരിജാനിന് പകരം മുഹമ്മദ് ബാഗർ സോൾഗാറെ പുതിയ സുപ്രീം ലീഡറായി, അതായത് സുരക്ഷാ കൗൺസിൽ സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തു. ഇതാണ് ആശയക്കുഴപ്പത്തിൻ്റെ കാരണം. വാസ്തവത്തിൽ ട്രംപ് ഇറാനെ തെറ്റിദ്ധരിപ്പിക്കുക, ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ പറയുന്നതാണ് ഇതൊക്കെ. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ന്യൂയോർക്ക് ടൈംസ് കൃത്യമായി പറയുന്നുണ്ട്, വളരെ വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക. ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ആദ്യം 5 ദിവസമൊന്നും പിന്നീട് 1 മാസമൊന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇറാനുമായി ചർച്ച നടത്തിയിട്ടേയല്ല.
പാകിസ്ഥാനെ മുമ്പിൽ ഇറക്കി അവരെ വിഡ്ഢിവേഷം കെട്ടുകയാണ്. പാകിസ്ഥാൻ കരുതുന്നു സമാധാനത്തിൻ്റെ ദൂതരായി മധ്യസ്ഥരായി അവരെത്തുമെന്ന്. അത്തരമൊന്നും നീക്കവുമില്ല. ഇതൊക്കെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നീക്കുന്നതാണ്. ട്രംപ് അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ തയ്യാറെടുപ്പിന് സൈനിക വിന്യാസം ആവശ്യമാണ്. ഈ സൈനിക വിന്യാസത്തിന് സമയം വേണ്ടതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിലാണ് നിരീക്ഷകർ പറയുന്നത്. വലിയ യുദ്ധം വരാൻ പോകുന്നു, അന്തിമ യുദ്ധമാണ്. അതിന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ യുദ്ധത്തോടുകൂടി ഒരു കാര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ബോധ്യമായി, ഇപ്പോഴത്തെ സുരക്ഷാ സന്നാഹങ്ങൾ പോരാ. ഖത്തർ അത് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയാണ് മുമ്പോട്ട് പോയിരുന്നത്. എന്നാൽ ഈ സുരക്ഷാ സന്നാഹങ്ങൾ പോരാ, അത് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഈ പുനർവിചിന്തനം നടത്തുമ്പോൾ അത് അമേരിക്കയ്ക്ക് പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ തണലിലാണ് ഈ രാജ്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എന്നിട്ടും ഇവർ ആക്രമിക്കപ്പെട്ടു, വലിയ പ്രതിസന്ധി ഉണ്ടായി. എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിക്കപ്പെട്ടു, പ്രകൃതിവാതക ശേഖരത്തിന് തീയിട്ടു, വിമാന സർവീസുകൾ നിന്നു. എല്ലാ അർത്ഥത്തിലും പശ്ചിമേഷ്യ നിലച്ചു പോയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഇറാന് വലിയ ശക്തി ഉണ്ട് എന്ന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ ഇറാൻ മുമ്പോട്ട് പോയാൽ പശ്ചിമേഷ്യയുടെ ഭാവി അനിശ്ചിതത്വത്തിലാവും. അതുകൊണ്ട് പൂർണ്ണമായും ഇറാനെ തീർക്കണം. ഇതുവരെ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, ബാക്കി നോക്കണ്ട. അതുകൊണ്ട് ഇറാനെ തീർക്കണമെന്ന് കൃത്യമായ നിലപാടിലേക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മാറുന്നു. അതായത് സൗദിയും UAEയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് പറയുന്നു, യുദ്ധം അവസാനിപ്പിക്കരുത്, യുദ്ധം പൂർത്തിയാക്കണം. വളരെ കൃത്യമായി MBS ഈ ദിവസങ്ങളിൽ ട്രംപുമായി സംസാരിച്ചിരുന്നു. MBS ആവശ്യപ്പെടുന്നത് സൗദിയുടെ കിരീടാവകാശി MBS മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടത് ഇതൊരു സുവർണ അവസരമാണ്, ഇവരെ ഈ മുറിവേൽപ്പിച്ച് വിടരുത്, ഇവരെ പൂർണ്ണമായും തീർത്ത് കളയണം, ഇറാനിന് തലപൊക്കരുത് എന്ന് MBS ട്രംപിനോട് പറഞ്ഞിരിക്കുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി ദിവസങ്ങൾ ഇവർ ചർച്ച നടത്തിയിരുന്നു. ഇതേ നിലപാട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, തൽക്കാലം അവിടെ വെച്ച് നിർത്തിപ്പോവരുത്, ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കണം. ഇനി ഒരിക്കലും ഇറാൻ എന്ന് പറയുന്ന ഭീഷണി മുമ്പോട്ട് വരരുത്, ഇറാനെ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ ആക്രമണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ 82 എയർബോൺ ഡിവിഷനിൽ നിന്നും സൈനിക വിന്യാസം നടക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. അതായത് അമേരിക്ക വളരെ കൃത്യമായ പദ്ധതി ഇട്ടുകൊണ്ട് അന്തിമ യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നു, ഇറാനെ ചുട്ടരിക്കാൻ പോകുന്നു. ഇറാൻ കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത തരത്തിൽ, അതായത് എങ്ങനെയാണോ ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് ഇറാൻ പറഞ്ഞത് അത്തരത്തിൽ ഇറാനെ ഇല്ലാതാക്കാനുള്ള അന്തിമ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ചർച്ചകളുമൊക്കെയായി മുമ്പോട്ട് വരുന്നത്. ഇറാൻ ചർച്ചകളോട് സഹകരിക്കുന്നില്ല, ഇറാൻ അണുവായുധ ശേഖരമുണ്ടാക്കുന്നു. ഇത്തരത്തിലൊരു പ്രതീതി ഉണ്ടാക്കി ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ്. അതിനുവേണ്ടിയുള്ള തന്ത്രമാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് കൃത്യമായൊരു തന്ത്രമുണ്ട്. അത് കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കണം, ഇതിനുള്ള നീക്കമാണ് നടത്തുന്നത്. ഈ കാർഗ് ഐലൻഡ് എന്ന് പറയുന്നത് ഇറാന്റെ തീരത്താണ്. ഈ ഹോർമൂസ് കടലെടുക്കുന്ന 13 മൈൽ മാത്രമേ ഉള്ളൂ. കാർഗ് ഐലൻഡാണ് ഇറാനിലെ എണ്ണ കയറ്റുമതിയുടെ 90% ഉത്പാദിപ്പിക്കുന്നത്. ഇറാന്റെ ഹൃദയം എന്ന് പറയുന്നത് കാർഗ് ഐലൻഡാണ്. അത് പൊന്നുപോലെ അവർ പരിപാലിക്കുകയാണ്. ഈ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇറാൻ സാമ്പത്തികമായി തകർന്നു പോകും. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 86,000 ഇടങ്ങളിലാണ് യുദ്ധം അവസാനിച്ച് 25 ദിവസത്തിനിടയിൽ ബോംബിട്ടിരിക്കുന്ന ഇറാനിൽ. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർന്നു പോയിരിക്കുകയാണ്. അങ്ങനെയൊരു കാർഗ് ഐലൻഡ് പിടിച്ചെടുത്ത് ഇറാനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയാൽ ഇറാൻ ഭരണകൂടം ഒതുങ്ങുമെന്നും അവർ ഭരണമിട്ടിട്ട് പോകുമെന്നും കരുതുകയാണ്. ഇല്ലെങ്കിൽ മെയിൻലാൻഡ് ഇറാനിലേക്കും ബോംബ് വർഷം തുടരാനും ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുമുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പിന്മാറ്റം. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് പറയുന്നത് പോലെ അമേരിക്ക വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു, പശ്ചിമേഷ്യ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇറാനെ ഇങ്ങനെ കയറയച്ചു വിടാൻ പാടില്ല. ഇറാൻ ശക്തമായ രാജ്യമാണ്, ആ ശക്തിയുടെ മുമ്പിൽ തോറ്റു പിന്മാറാൻ പാടില്ല. താൽക്കാലികമായ സമാധാന കരാർ കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കം നടത്തുന്നത് എന്ന് പറയുന്നു. കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ ജേക്കബ് കെ ഫിലിപ്പാണ്. അദ്ദേഹം വിമാന കാര്യങ്ങളിൽ വിദഗ്ധനാണ്. അദ്ദേഹം ഇതിനെ നിരീക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി, ഇതിനോട് സമാനമായ കുറിപ്പാണ്, അതുകൂടി കേൾക്കുക. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ 5 ദിവസത്തേക്ക് ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ ഇന്നത്തെ പ്രസ്താവന കൂടുതൽ ആക്രമണത്തിന് സാവകാശം കിട്ടുന്നതിനുള്ള അടവാണ് എന്ന ഇറാന്റെ വിലയിരുത്തൽ ശരിയാണെന്നാണ് ഇന്നലെയും ഇന്നുമായുള്ള പശ്ചിമേഷ്യയിലെ സേനാ വിമാന നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ ഏതാണ്ട് 13 മണിക്കൂർ മുമ്പാണ് ഇതിന് പോസ്റ്റ്. അതിനുശേഷമാണ് ട്രംപ് 1 മാസത്തെ വെടിനിർത്തൽ സമാധാനം എന്ന് പറഞ്ഞു വന്നത്. അതായത് നേരത്തെ പറഞ്ഞ 5 ദിവസത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. കൂടുതൽ അടിവരയിടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഇന്നലെയും ഇന്നുമായുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് സ്ക്രീൻഷോട്ടുകൾ താഴെ കാണുന്നു. ഇന്നലെ ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം അതിനു മുമ്പും ജർമ്മനിയിലെ സ്പാങ്ഡം, റാസ്ലൈൻ,
ഇംഗ്ലണ്ടിലെ മിൻഡൻ ഹാൾ എന്നിവിടങ്ങളിലുള്ള US സേനാ താവളങ്ങളിൽ നിന്ന് ഈ നിമിഷം വരെയും US വ്യോമസേനയുടെ ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ കടത്തു വിമാനങ്ങൾ ഇടതടവില്ലാതെ ഇസ്രായേലിലേക്ക് നടത്തുന്ന ചരക്ക് നീക്കം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം ഈ വ്യോമ നിരീക്ഷണം കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു, ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലേക്ക് വലിയ തോതിൽ ചരക്ക് നീക്കം നടത്തുന്നു. RCH മൂസ് എന്നീ കാൾ സൈനുകളുള്ള വിമാനങ്ങൾ ഒന്നിച്ചാണ് വരവും പോക്കുമെന്നാണ് എന്നതിൻ്റെ അർത്ഥം. ഇതൊരു അടിയന്തര സ്വഭാവമുള്ള വൻതോതിലുള്ള ഓപ്പറേഷനാണ് എന്നാണ്. ആയുധങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ആളും കൊണ്ടുവരുന്നത് നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ തുടരുന്നു എന്നാണ് RCH കാൾ സൈനിന്റെ സൂചന. അടിയന്തര സ്വഭാവത്തോട് കൂടുതൽ യുദ്ധസാമഗ്രികൾ കൊണ്ടുവരുന്നവയാണ് മൂസ്. വിമാനങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇസ്രായേൽ വന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഉടൻ മടങ്ങുന്നതും പിന്നെയും മടങ്ങി വരുന്നതും വൻതോതിലുള്ള ചരക്കും ആളും തുടർച്ചയെ കൊണ്ടിറക്കുന്നതിനാലാണ്. ഒരു C-17 വിമാനത്തിൽ 70-80 ടൺ വരെ ചരക്കെത്തിക്കാൻ കഴിയുമെന്നിരിക്കെ 2 ദിവസത്തിലേറെ തുടർച്ചയായി ഈ എയർ ബ്രിഡ്ജ് എന്തുമാത്രം യുദ്ധസന്നാഹങ്ങൾ ആളും ആയുധവും അനുബന്ധ ഉപകരണങ്ങളും ഇസ്രായേൽ എത്തിച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ജേക്കബ് കെ ഫിലിപ്പിന്റെ വിലയിരുത്തൽ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും വലിയൊരു യുദ്ധത്തിനൊരുങ്ങുന്നു. ഇപ്പോഴത്തെ സാവകാശം പിന്മാറ്റം ഇറാൻ വിജയിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നത് ബോധപൂർവമാണ്. ഇറാനെ പൂർണ്ണമായും ചുട്ടരിച്ചതിന് ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. ആ ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ്